ബീഫും പഴംപൊരിയും അതൊരു അടാർ ഐറ്റം തന്നെയാണ്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും ബീഫ് മേടിക്കുമ്പോഴെല്ലാം പഴംപൊരിയും ഉണ്ടാക്കാറുണ്ട്. മൈദമാവിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് സോഡാപ്പൊടിയും പിന്നെ ഒരു സ്പൂൺ ജീരകവും അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ഉപ്പുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ പരുവത്തിൽ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ വാഴയ്ക്കപ്പം ആർക്കും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്താണെന്ന്. എന്നാലും എൻ്റെ ഒരു രീതിയിലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. പഴം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിക്കാനായിട്ട്. അതിനുശേഷം നല്ല നീളത്തിലരിഞ്ഞ പഴത്തെ നമുക്ക് ആ മാവിലിട്ട് ഒന്ന് മുക്കിയെടുത്ത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആക്കി എടുക്കാൻ പറ്റുന്നതും പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബീഫും റെഡിയായി. അപ്പോൾ ബീഫും വാഴയ്ക്കപ്പവും പിന്നെ ചായയും അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ഇങ്ങനൊരു കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. മധുരവും നല്ല എരിയും ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ചിലവർ വിചാരിക്കുക ഇതെന്തൊരു കോമ്പിനേഷനാണ്, പക്ഷേ അങ്ങനെയൊന്നും അല്ല, നല്ല കോമ്പിനേഷനാണ്. ഞാനും ഫസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ മിക്കപ്പോഴും ബീഫ് മേടിക്കുമ്പോൾ ഇതേപോലെ വാഴയ്ക്കപ്പം ഉണ്ടാക്കാറുണ്ട്.